കുപ്പസ്വാമി എന്ന് പറയുന്ന സ്വാമിനെ കേട്ടിട്ടില്ലേ? കുപ്പയുടെ അടുത്ത് ജീവിച്ചിരുന്ന ഓച്ചിറയിലെ കുപ്പസ്വാമി. ആ കുപ്പസ്വാമി എന്ന് പറയുന്ന മനുഷ്യനെ നിങ്ങൾ കാണുന്നുണ്ടോ? അവിടെ അദ്ദേഹം ഇരിക്കുന്ന സ്ഥലത്ത് ഇപ്പൊ തൽക്കാലം മറക്കുകയാണ്. എന്തേന്നറിയോ? നിങ്ങളത് കാണണ്ട. നമ്മളെ കുപ്പസ്വാമിയാണത്. കുപ്പസ്വാമിക്ക് കാന്തപുരം കൊടുത്ത പേരെന്താണെന്നറിയോ? കേട്ടോളൂ, ഞാൻ നോട്ടീസാ വായിക്കുന്നത്. SSF കരുനാഗപ്പള്ളി ഡിവിഷൻ കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ വലിയുല്ലാഹി ഓച്ചിറ ഉപ്പുപ്പ ബ്രാക്കറ്റിൽ അനുസ്മരണ സമ്മേളനം. സ്ഥലം വാഴക്കാട് ഉസ്താദ് നഗർ. സമയം 1997 നവംബർ 6 വ്യാഴാഴ്ച വൈകിട്ട് 4 മണി. മഹാനായ വലിയുല്ലാഹി ഓച്ചിറ ഉപ്പുപ്പ അനുസ്മരണ സമ്മേളനവും ഖബർ സിയാറത്തും 97 നവംബർ 6 വ്യാഴാഴ്ച അസർ നമസ്കാരാനന്തരം നടത്തപ്പെടുന്നു. കാന്തപുരം ഉസ്താദാണോ എന്ന് ചോദിക്കണ്ട. കേട്ടോ, പഠിച്ചു വെച്ചോ, വാങ്ങി പോക്കറ്റിലിട്ടോ. എന്താ പഠിച്ചു വെച്ചോ? കൂട്ട സിയാറത്തിന് ശൈഖുന കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നേതൃത്വം നൽകുന്നു. ഉദ്ഘാടനം ശൈഖുന കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. ഏതിന്? കുപ്പസ്വാമിക്ക്. കണ്ടോ, നല്ല വലിയുള്ളാഹിയാണ്. കണ്ടില്ലേ? വെടിയുണ്ട്. ഇതേ ചിത്രങ്ങൾ അവിടെ കണ്ടത് കേട്ടില്ലേ? അപ്പോ എന്താണ്? ആ കുപ്പസ്വാമിക്ക് വല്ല കറാമത്തിനും കുറവുണ്ടോ? കുപ്പസ്വാമിയുടെ കറാമത്ത് എന്താ? കാന്തപുരം ഉദ്ഘാടനം ചെയ്തു. മാത്രല്ല അവിടുത്തെ സ്ത്രീ പറയുന്നുണ്ട്. എന്തെന്നറിയോ? കുപ്പസ്വാമിയുടെ ജടയും മുടിയൊക്കെ നിങ്ങൾ കണ്ടില്ലേ? ചുരുക്കി പറഞ്ഞുതരാം. എന്താണെന്നറിയോ? ആ സ്ത്രീ പറയാണ്, ഈ മനുഷ്യന്റെ ജഡം ആർക്കും വേണ്ടിയിരുന്നില്ല. അങ്ങനത്തെ ഈ മനുഷ്യൻ മരിച്ചപ്പോ അത് ഞാനാ സംരക്ഷിച്ചിരുന്നത്. പക്ഷേ മഹല്ല് കമ്മിറ്റിക്കാര് കള്ളുകുടിയന്മാരെ വിട്ട്, ഗുണ്ടകളെ വിട്ടിട്ട് ആ ശരീരം തട്ടിക്കൊണ്ടുപോയി. കാരണം ഇതൊരു നല്ല മൂലധനാന്ന് മൂല്യർക്കറിയാം. ഇത് വെച്ച് വീക്കാന്നാ വിചാരിച്ചു. അങ്ങനെ തട്ടിക്കൊണ്ടുപോയി ആ പെണ്ണുങ്ങൾ സങ്കടം പറയുന്നുണ്ട്. അവർക്ക് പിന്നെ ആകെ കിട്ടിയതെന്താ? അതിന്റെ ആ അഴുകി മുടിഞ്ഞ ജട അത് ബഹുമാനപൂർവ്വം ആ സ്ത്രീ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു പച്ച തുണിയിൽ കെട്ടിപ്പൊഞ്ഞ് വെച്ചിരിക്കുകയാണ്. ആ അഴുകി നീറിയ എന്നോള്ള ജട മുടിയേ. എന്നിട്ട് അതിട്ട വെള്ളമൊക്കെ കൊടുത്താൽ കാര്യങ്ങൾ പെട്ടെന്ന് നേടുന്നാണ് പറയുന്നത്. ഇവിടുത്തെ വെള്ളം കൊണ്ട് ക്യാൻസറൊക്കെ മണിക്കൂർ വെച്ച് മാറുന്നവരാണ്, പ്രാന്തൊക്കെ മിനിറ്റഡ് കൊണ്ട് മാറുന്ന പറയുന്നത്. ആ സ്ത്രീ അത് പറയുന്ന രംഗങ്ങളൊന്ന് കേട്ടോളി. പ്രധാനം അസുഖങ്ങളെല്ലാം ഏത് മാറാ രോഗവും അതുകൊണ്ട് ചീത്തയാകുന്നു. അത് ഇപ്പോഴ് വളരെ അക്ഷരം പ്രതി ഫലമാ. മണിക്കൂറുകൾ മതി ഭ്രാന്തമാണ്. അക്ഷരം പ്രതി അതുകൊണ്ട് ഫലമാ. കണ്ടില്ലേ? എന്താ എടുത്തുവെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് കാണാം. ഈ ജട ഇങ്ങനെ പെട്ടിയിലാക്കിയിട്ട് വെച്ചിരിക്കുകയാണ്. നമുക്ക് കാണാതില് അതിൽ തന്നെ കാണിക്കുന്നുണ്ട്. ഒരു പച്ച തുണിയിൽ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന മൂപ്പരുടെ ജട. ഈ മുടിയൊക്കെ കൂടിയേ മരിച്ചപ്പോ നാട് വീണു അഴുകിയിട്ട് കുളിക്കാറില്ല. അപ്പൊ അങ്ങനത്തെ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ സ്ഥിതി എന്താ? ആ നിലക്കുള്ള ഒരു മനുഷ്യൻ അദ്ദേഹത്തെ മരിച്ചപ്പോ അത് വിറ്റ് ഉപജീവനാക്കാണ്. കണ്ടോ? ആ കാണുന്നില്ല, ഒരു പച്ചക്കിഴി കാണുന്നില്ലേ നിങ്ങൾ ആ സ്ക്രീനിൽ? ആ പച്ചക്കിഴി മുഴുവൻ മൂപ്പരുടെ ജടയാണ്. ഈ സ്ത്രീക്ക് അതേ കിട്ടിയുള്ളൂ. മയ്യത്തും കൊണ്ട് ആൺകുട്ടികളോടി. നല്ല സാധനമല്ലേ കിട്ടിക്കണ്ട്. അത് വെച്ചിട്ടല്ലേ ഉദ്ഘാടനം ചെയ്യാൻ ശൈഖുന വന്നല്ലോ. ശൈഖുനാക്ക് ആരായാലും എന്താ, പണം കിട്ടിയാ പോരെ? മൂപ്പർക്ക് എന്താ വല്ല പ്രശ്നമുണ്ടോ? മൂപ്പരല്ലേ ഉദ്ഘാടനത്തിന് വന്നത്. അപ്പൊ സുഹൃത്തുക്കളെ, ഈ നിലക്കൊക്കെ ആർക്കൊക്കെ എവിടുന്നൊക്കെ കാര്യം കിട്ടുന്നുണ്ട്. കാര്യം കിട്ടുന്നതൊക്കെ സത്യമാണെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്?